السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, മറ്റു സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നാം വിവരിക്കാം. ഏതൊരു വ്യക്തിക്കും അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അറിവനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ തന്നെയല്ല, ഏതൊരു അറിവും അമലിന് വേണ്ടിയാണ്, പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പം അറിവില്ലാത്തവനാണെങ്കിൽ നാട പൊട്ടിയ പട്ടം പോലെ, ആളില്ലാത്ത തോണി പോലെ അവിടെ എവിടെയും തട്ടിയും മുട്ടിയും വലഞ്ഞും നിൽക്കുക എന്നല്ലാതെ അവനൊരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുകയില്ല. എന്നാൽ മുസ്ലിമീങ്ങളായ നമുക്ക് ഒരു മഹത്തായ ലക്ഷ്യമുണ്ട്, ഒരു ആദർശമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഇതെല്ലാം ഈ ലോകം മുഴുവനും ബാഹ്യമാണ്. ഒരവസരം ഇതെല്ലാം നമ്മളെയും ഇതെല്ലാം ഇവിടെ നിന്ന് ഇട്ടേച്ച് പോകേണ്ടി വരും. നാം ഒരു ദീർഘ യാത്രയിലാണ് എന്നതുപോലെ നമ്മൾ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ 10 മാസം കഴിച്ചു കൂട്ടി ദുന്യാവിലേക്ക് വന്നു. അതിൻ്റെ മുമ്പ് അർവാഹിൻ്റെ ലോകത്തെയും ഇനി ബർസഹിയായ ലോകം, അത് കഴിഞ്ഞാൽ ആഖിറത്തിൽ, ഇങ്ങനെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഞ്ചാരം വിട്ട് നമ്മൾ പോകണം എന്നുള്ള ഒരു ലക്ഷ്യബോധം നമ്മൾക്ക് ഉണ്ടാകണം. അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞത്രേ, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ. ലൗ തഅലമൂന, നിങ്ങൾ അറിയായിരുന്നെങ്കിൽ, മാ അഅലമു, ഞാൻ അറിയുന്ന ഒരു വിഷയം, ഞാൻ അറിയുന്നതിനെ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ, നിങ്ങൾ കുറച്ച് ചിരിക്കുന്നവരായിരിക്കും, അധികവും കരയുന്നവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞതോടുകൂടെ സഹാബത്തിൻ്റെ കണ്ണ് നിറഞ്ഞു, വെള്ളമൊലിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സഹാബത്ത് ആയി എന്ന് ഹദീസിൽ ലഭിച്ചതായി നമ്മൾ കാണാം. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ കരഞ്ഞ് കണ്ണുനീർ അള്ളാഹുവിനെ വിചാരിച്ച്, അള്ളാഹുവിനെ ഭയന്ന് ഒരുത്തൻ കണ്ണുനീർ ഒലിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലിടുകയില്ല. അപ്പം അത്രയും ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒന്നാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കഴിയുക. ഈ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അതുപോലെ തന്നെ മുക്കിൽ നിന്നൊക്കെ വേണം, അത് പറഞ്ഞാൽ വ്യസനം കൊണ്ടുള്ള പ്രയാസം കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട് ആകാൻ മുട്ടി. അപ്പം സ്വഹാബത്ത് പ്രയാസത്തിലായി. അങ്ങനെ എന്തായി, അവർ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്, അങ്ങനെ ഒരു മനുഷ്യൻ കരയുകയാണെങ്കിൽ തീർച്ചയായും അവനെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. തന്നെയല്ല, 7 വിഭാഗം ആളുകൾക്ക് അറശിൻ്റെ തണലില്ലാത്ത ദിവസം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പം എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്താണ് ആ അറിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ അറിവുകൾ സ്വർഗം കണ്ട അറിവാണ്, നരകം കണ്ട അറിവാണ്. അതുപോലെ തന്നെ ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന രംഗങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായി തസവ്വുറാക്കി കാണിച്ചു കൊടുത്തതാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമുമായി ബന്ധിച്ച ഇൽമ്, ആ ഇൽമ് യഥാർത്ഥത്തിൽ കണ്ട ഇൽമാണ്, നമ്മൾ പോലെയല്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. അൽഹാകുമുത് തകാസുർ, പെരുപ്പിക്കലിനെ നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു. അൽഹാക്കും ശുഗ്ലുക്കും അൻ തആത്തില്ലാ, അല്ലാഹു തആലാക്ക് അനുസരിക്കലിനെയും വിട്ട് നിങ്ങളെ അങ്ങേയറ്റത്തെ ജോലിയാക്കിയിരിക്കുന്നു. അത്തകാസുർ, പരസ്പരം പെരുപ്പിച്ച് കാണിക്കലിനെ. അത്തഫാഖുറു ബിൽ അംവാലി വൽ ഔലാദിന, സന്താനങ്ങളും സമ്പത്ത് കൊണ്ടും പരസ്പരം ഫഖർ നടിച്ചുകൊണ്ട്. എന്തെല്ലാം സമ്പത്തിൽ, നമ്മുടെ പാർപ്പിടത്തിൽ,
നമ്മുടെ വസ്ത്രധാരണയിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും ഒന്നിനൊന്ന് മേലെ, അവൻ്റെ മീതെ എനിക്ക് നിൽക്കണം എന്നിങ്ങനെ പരസ്പരം അധികരിപ്പിച്ച് കാണില്ല. ഒരു മത്സര രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ തൊട്ട് അശ്രദ്ധരാക്കി കളഞ്ഞിരുന്നെങ്കിൽ ഹത്താ സുർത്തുമുൽ മഖാബിർ, ഏതുവരെ നിങ്ങൾക്ക് ഈ ജോലി ഉണ്ടാവും? നിങ്ങളിങ്ങനെ ഈ ദുന്യാവുമായി കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട് അവിടെ കിട്ടണം, ഇവിടെ വാങ്ങണം, അങ്ങനെ ആകണം, അങ്ങനെ ഈ ദുന്യാവിൻ്റെ ജീവിതത്തിൽ ആറാടിക്കൊണ്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സ് അതിലേക്ക് ജോലിയാകും. നേരെ മറിച്ച് ഖാലിഖായ ഉടമസ്ഥനായ റബ്ബിനെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് സംജാതമാകുന്നില്ല. ഏതുവരെ ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ, മരിച്ച് അതിൽ മറമാടുന്നത് വരെയാണ്. മരിച്ചിട്ട് അതിൽ മറമാടുന്നത് വരെ നിങ്ങൾ ഇതേ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, ഇനി എവിടെയൊക്കെ നോക്കണം, നമ്മൾ എന്തെല്ലാം നോക്കണം. ഇന്ന് എന്തെങ്കിലും ഒരു ദീനിൻ്റെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച്, പ്രവാചകനെ പറ്റി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദീനിയായ ശറഈയായ കാര്യങ്ങൾ ഖുർആനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം പറയുകയാണെങ്കിൽ അവിടെ ആൾ വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ലഹുവും ലഅബും എന്ന് പറഞ്ഞാൽ കളി തമാശകൾ, മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ. അങ്ങനെയാണ്. അപ്പം അതിനെ നീ പറഞ്ഞത്, അള്ളാഹുവിനെയും നിങ്ങൾ സ്മരിക്കണം, തൊട്ട് ജോലിയാക്കരുത്. കല്ല റദായ്, വിട്ടേക്ക്, ഉപേക്ഷിച്ചേക്ക്. സൗഫത്ത് അയലമൂന, പിന്നീട് നിങ്ങൾ അറിയും. അറിയണ സംബന്ധിച്ചാണ് പറയുന്നത്. സൗഫത്ത് അയലമൂന, പിന്നീട് നിങ്ങൾക്കറിയും. ആ ചീത്തയായ മരിക്കുന്ന സന്ദർഭത്തിൽ ആ പരസ്പരം പകർന്നടിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത ആളുകളുടെ അനന്തരഫലം എന്താണ് എന്ന് പിന്നീട് നിങ്ങൾ അറിയുമെന്ന്. സുമ്മക്കല്ല സൗഫത്തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. മരിക്കണ സമയത്ത് അറിയും. മരിക്കണ ഇന്തൽ മൗത്തി എന്നാണ് പറഞ്ഞത്. മരിക്കണ സമയത്താണ് എല്ലാം അറിയുക. നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും മനസ്സിൽ വരിക. അവിടെയാണ് ഫൈനൽ തീരുമാനം. ഇവൻ മുഅ്മിനായിട്ടാണോ മുസ്ലിമായിട്ടാണോ, അതല്ല മുസ്ലിം മുഅ്മിൻ അല്ലാതെയാണോ മരിക്കുന്നത് എന്നുള്ള അവസാനത്തെ തീരുമാനം അതാണ്. ആലോചിച്ചോക്കെ നമ്മൾ. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, ത്വഫനി മുസ്ലിമൻ വല്ലഫനി ബിസ്വാലിഹീൻ. അള്ളാഹുവിൻ്റെ അമ്പിയ മുസ്ലിങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം. മരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. തന്നെയല്ല സുമ്മ കല്ല സൗഫത്ത് മുൻഫിൽ ഖബരി, ഖബറിൽ വെച്ചുകൊണ്ടും മനസ്സിലാവും. കല്ല ഹക്കൻ, അങ്ങനെയല്ല. ലോ താലമൂന, നിങ്ങൾ അറിയുകയാണെങ്കിൽ ഈ ഫഹ്ർ നടക്കുന്നവരുടെ അനന്തരഫലം അവസാനം. ലോ താലമൂന ഇൽമൽ യഖീൻ, ഇൽമുൽ യഖീനിനെ അറിയും, ഉറപ്പായിട്ടുള്ള ഇൽമിനെ നിങ്ങൾ അറിയുകയാണെങ്കിൽ. ലത്രവുന്നൽ ജഹീമ, തീർച്ചയായും നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞത് എന്താണ്? ഇൽമുൽ യഖീൻ പിന്നെ ഐനുൽ യഖീൻ, രണ്ട് ഇൽമുകളാണ്. ഖബറിൽ വെച്ചറിയും. കല്ല് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ലോ തഅലമൂന, നിങ്ങൾ അറിയുകയാണെങ്കിൽ. ഇൽമുൽ യഖീൻ, യഖീനിൻ്റെ ഇൽമു എന്ന് പറഞ്ഞാൽ ഇൽമു രണ്ട് തരത്തിലാണ്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണമാണ് കഅബ, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്. ഇത് കണ്ട ആളുകൾ പറയാണ് ഇങ്ങനെയുണ്ട് കേട്ടോ. കണ്ട ആൾക്കാർക്ക് ഉറപ്പായിരിക്കും. ഇങ്ങനെ കഅബ എന്ന് പറയുന്ന ഒന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നിങ്ങനെ കണ്ട ആളുകൾ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് കിട്ടുന്ന ഇൽമാണ് ഇൽമുൽ യഖീൻ. മനസ്സിലായല്ലോ? പിന്നെ ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാം? നമ്മൾ നേരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഇൽമു. ദൃഷ്ടി കഅബ നമ്മൾ കണ്ടിട്ടില്ല, അവിടെ ചെന്ന് കാണുമ്പോൾ ഇതാ കഅബ. അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എത്ര ഉന്നൽ ജഹീമ, നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മലത്രവുന്നഹ ഐനൽ യഖീൻ, സുമ്മലത്രവുന്നഹ, പിന്നെ ഫലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് ഐനൽ യഖീൻ, ദൃഷ്ടിയിലായിക്കൊണ്ട് കാണും. അപ്പോൾ ഈ രണ്ട് ഇൽമു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല, കണ്ട ആളുകൾ പറഞ്ഞു തന്നു ഇങ്ങനെ കണ്ടു. ആ ഇൽമാണ് ഇൽമുൽ യഖീൻ. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് നേരെ കണ്ടുകൊണ്ടുള്ളതാണ്. അത് നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പാകും, മനസ്സിലാകും എന്നാ പറഞ്ഞത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് നബി തങ്ങൾ പറഞ്ഞത്. ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ ലളഹിഖ്തും ഖലീല വലബഖീതും കസീറ, നിങ്ങൾക്ക് ഇവിടെ ചിരിക്കാൻ സമയമുണ്ടാവില്ല, നിങ്ങൾ കൂടുതലായിക്കൊണ്ട് കരയുന്നവരായിരിക്കും.
കൂടുതലായിക്കൊണ്ട് കരയുന്നവരായിരിക്കും. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇവിടെ നൽകിയ അനുഗ്രഹങ്ങൾ, ഭക്ഷണം കഴിക്കാൻ സൗകര്യപ്പെടുത്തുന്നത്, എല്ലാം നമ്മൾക്ക് ആവശ്യമായി ദുനിയാവിൽ ജീവിക്കാൻ ഉപയുക്തമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ സൗകര്യപ്പെടുത്തുന്ന അള്ളാഹ് പറയാം. ആ അനുഗ്രഹങ്ങളെ തൊട്ടൊക്കെ തീർച്ചയായും പിന്നീട് ചോദ്യം ചെയ്യപ്പെടുക ചെയ്യും. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ, തീർച്ചയായും പിന്നീട് ആ ദിവസം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അനിൻ നഈം, ഈ അനുഗ്രഹങ്ങളെ തൊട്ട്, എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുത്തു സഹാബത്തിന്. എങ്ങനെ അറിയാം? അസ്ഹറുകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ നിസ്കാരത്തിന് സമയമല്ലാത്ത അസമയത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾ വരാൻ കാരണം ആ സമയത്ത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താ വന്നത്? അതാണ് എന്നെയും അവിടുന്ന് ഉറപ്പിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതെന്താ വരാൻ കാരണം? നിങ്ങൾ രണ്ടാളും എന്ത് വന്നു? നിങ്ങൾ രണ്ടാളും പുറപ്പെടുവിച്ച കാരണം എന്താ? അത് തന്നെയാണ് എന്നെ പുറപ്പെടുവിച്ചത്. കാരണം വിശന്ന് ദിവസങ്ങൾ ഭക്ഷണം ശരിക്കും മര്യാദയ്ക്ക് കഴിക്കാൻ കിട്ടാതെ വിശന്ന് വലഞ്ഞൊട്ടിയ വയറുമായി കൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂൽ ആദ്യം കടന്നു വന്നത്. പിന്നെ ഇതേ അവസ്ഥയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. ഇതേ അവസരത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. മൂന്നാളും അവിടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സഹാബികളെയും കൂട്ടി, സിദ്ദീഖുൽ അക്ബറിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയി. അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി അവിടെ കവാടത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വാതിൽ തുറക്കുന്നില്ല. ഒരു വട്ടം പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, വാതിൽ തുറക്കുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ആ വാതിൽ ഇങ്ങോട്ട് തുറന്നു. വാതിൽ തുറന്നപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അവിടുന്ന് പറഞ്ഞു, ക്ഷമിക്കണം നബിയെ, ഞാൻ നിങ്ങളുടെ സലാം കേൾക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ആരാണ് ഞങ്ങളുടെ മേൽ സലാം പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലാണ്. എന്താ പറയുന്നത്? നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടായിരിക്കട്ടെ, ഈ പ്രാർത്ഥന തങ്ങൾ ആവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുറക്കാതിരുന്നതാണ്. അവിടെ എനിക്ക് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ അബുൽ ഹൈസമുൽ അൻസാരിനെ സംബന്ധിച്ച് ചോദിച്ചു. അവിടെ പോയി, ഇപ്പോൾ അവിടെ അടുത്ത് ഇപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് വരും എന്നുള്ള ഒരു നിലവർത്താനം സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ മഹാനായ അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹു സുപ്രവിരിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കി. ആ പതുക്കെ പൊഴുപ്പായ ഈത്തപ്പഴവും നല്ല പഴുത്തതും അതുപോലെ തന്നെ ഇങ്ങനെ മാംസങ്ങളൊക്കെ ആടത്തൊക്കെ പല ഇത് അഭിപ്രായങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. അത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കാര്യം പറഞ്ഞു, സഹാബ, നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു, നമ്മൾ വിശന്ന് വലഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, നമുക്ക് വയറ് നിറഞ്ഞു അല്ലേ? ആ ഭക്ഷണം കഴിച്ചപ്പോഴാണ് രുചി. അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തതായിരിക്കും ഈ മനോഹരമായ ഭവനവും ഈ തോട്ടവും. വെക്കേണ്ട എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഭക്ഷണം കഴിക്കാൻ അല്ലാഹു തആല സൗകര്യപ്പെടുത്തുന്നത് വലിയൊരു അനുഗ്രഹമാണ് സഹാബ. അതുകൊണ്ട് അത് നാളെ നാം ചോദ്യം ചെയ്യപ്പെടുമെന്ന്. ഇങ്ങനെ ഓരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ ഉണ്ടാകുന്ന രുചിയും അതുപോലെ തന്നെ വയറ് നിറയുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനവും അതുപോലെ അതിലേക്ക് നയിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇത് സംബന്ധിച്ച് ചോദിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഞാൻ ഈ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ബൈഹഖി നിവേദനം ചെയ്ത ഒരു ഹദീസുണ്ട്. ബൈഹഖി നിവേദനം ചെയ്ത ഒരു ഹദീസ് സൂറത്തു തകാസുർ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചത്രേ, നിങ്ങളിൽ നിന്ന് ആർക്കാണ് 1000 ആയത്ത് ഓതാൻ കഴിയുക? ഒരു ദിവസം 1000 ആയത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓതാൻ നിങ്ങളിൽ നിന്ന് ആര് കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സഹാബത്ത് ചോദിച്ചു, ആർക്കാണ് ഇത് കഴിയുക? ഈ 1000 ആയത്ത് ഒരു ദിവസം ഓതാൻ ആര് കഴിയും? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയണേ, നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് അൽഹഖ് മുത്തകാസുർ ഓതാൻ കഴിയുമോ? അത് കഴിയും. അതിന് സമതുല്യമാണ്, ഈ 1000 ആയത്തിന് സമതുല്യമാണ് തകാസുർ നിങ്ങൾ പാരായണം ചെയ്യുന്നത്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, കുറേ നമ്മൾ
വീഡിയോ കണ്ടാൽ പോരാ, നമ്മൾ ഇത് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ്, വരാനിരിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് ശാശ്വതമാകണം, അവിടെ രക്ഷപ്പെടണം, എല്ലാവരെയും ആവശ്യതാണ്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു. അതിഗൗരവമേറിയ ചൂട്, അത്യുഗ്രമായ ചൂടിൽ ചുട്ടുപഴുക്കുന്ന മണൽത്തരയിലൂടെ സഹാബത്ത് നടന്നു നീങ്ങാൻ ഒരുങ്ങുമ്പോൾ കുറച്ചാൾക്കാർ പിന്തി നിന്നു. എന്നിട്ട് ഈ സ്വഹാബത്ത് ഈ ചുട്ടുപഴുക്കുന്ന മണൽത്തരയിലൂടെ ചവിട്ടിപ്പോകുന്നതും ഈ വിയർത്തൊലിച്ചു പോകുന്നതും കരിവാളിച്ച നിലക്ക് പോകുന്നതും കണ്ട് അവർ പരസ്പരം ചിരിച്ചുപോയി. അത് ഈ പോകാതെ പിന്തി നിന്ന ആൾക്കാർ പരസ്പരം ചിരിച്ചുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, അവർ ചിരിക്കുന്നു, അവർ നമ്മളെ പരിഹസിക്കുന്നു. ഫൽയദ്ഹഖു ഖലീല വൽയബ്കു കസീറ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ഫൽയദ്ഹഖു ഖലീല, അവർ കുറച്ച് ചിരിക്കുന്നവരാണ്. വൽയബ്കു കസീറ, അവർ അധികമായി കൊണ്ട് കരയുന്നവരാണ്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായി കൊണ്ട് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം കാരണം അവർ അധികമായി കരയുന്നവരാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ അവർ കരയും, ഖബറിൽ വെച്ചുകൊണ്ട് അവർ കരയും. അതുപോലെ തന്നെ മഹ്ശറിൽ സ്വർഗ്ഗം നരകം കണ്ടുകൊണ്ട് അവർ കരയും. നരകത്തിൽ വെച്ചുകൊണ്ടുള്ള അട്ടഹാസം അവർക്കുണ്ട്. കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ ലം യഅതികും നദീർ. അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നരകം കാക്കുന്ന മലക്ക് പറയും, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകന്മാർ എത്തിയിട്ടില്ലായിരുന്നോ എന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ്, ദുന്യാവിൽ ജീവിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കണം. നമ്മൾക്ക് വരാനിരിക്കുന്ന ജീവിതം നമ്മൾക്ക് സുലഭിത സുന്ദരമാകണം. ഈ ഒരു വിചാരം നമ്മൾക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവൻ്റെ ഇൽമാവുന്ന നൂറ് കൊണ്ട് നമ്മുടെ കൽബിനെ പ്രകാശിപ്പിച്ച് തരട്ടെ. അള്ളാഹു നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് ഖബറിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ മഹ്ശറിലെത്തുമ്പോഴും അർശിനെ താഴ്ത്തു കൊടുക്കുന്ന ഈ ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും നൽകട്ടെ. അവരെയും നമ്മളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.